ഗായ്സ്, ഇത് നമ്മളെ വീട്ടിലുണ്ടായ ചാമ്പയ്ക്കാണ് കേട്ടോ. ഇപ്രാവശ്യം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ അല്ല, ഉപ്പിലിട്ട് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളെ വീടാണ് കേട്ടോ. അതാ ഇരിക്കുന്നതാണ് അമ്മ. ഞങ്ങൾ ചാമ്പയ്ക്ക പൊട്ടിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏട്ടതാ ഒക്കെ പൊട്ടിച്ച് ഇതാ കവറിലാക്കുകയാണ് കേട്ടോ. ഇനിയൊക്കെ മുകളിലാണ് കേട്ടോ. മുകളിലുള്ള പൊട്ടിക്കാൻ വേണ്ടി ഇതാ കോണി കയറുകയാണ്. അതിലിടയ്ക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അതാ മുകളിലുള്ളതൊക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ. ഇതാ ചാമ്പയ്ക്കയെല്ലാം ഏകദേശം പൊട്ടിച്ച് ഇനി അടുത്തത് ടേസ്റ്റ് നോക്കലാണ്. ഇനി അതുമായിട്ട് ഏട്ടൻ നേരെ ഓഫീസിലേക്കാണ് പോയത്. അവിടുന്ന് ഇതാ പ്രിയ ചേച്ചി നല്ല ടേസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. ആ ചെറി കണ്ടറിഞ്ഞൂടെ അത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്. നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. ഹായ് ഗേൾസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചാമ്പയ്ക്ക ഉപ്പിലിട്ടതാണ്. ഏട്ടൻ കഴുകിക്കൊണ്ടിരിക്കുന്നു. ചാമ്പയ്ക്ക നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തൊക്കെ ക്ലീൻ ആക്കുന്നുണ്ടാവും. ഉള്ളിൽ ക്ലീൻ ആക്കണം. ക്ലീൻ ആക്കിയിട്ട് ഒരു ഇതിനുള്ള കരട കാര്യങ്ങളാ ഒന്നും പാടില്ല. അത്രയും ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ ഇതിൽ ഇടേണ്ടത്. നമ്മളിത് അതിൽ ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ പുളിപ്പൊക്കെ മാറി നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആവും കിട്ടുക. നമ്മൾ അടുത്തത് ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് ഇതാ ക്യാരറ്റ് ആണ്. ക്യാരറ്റ് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഇതാ വൃത്തിയാക്കി വെച്ച നമ്മുടെ ചാമ്പയ്ക്കയുടെ ഒപ്പം ഉപ്പിലിടാൻ പോവാണ്. അടുത്തായി നമ്മൾ അതിലേക്ക് ഒരു 4 പച്ചമുളക് ഇതാ ചെറുതായി കീറിയിട്ട് അതിലേക്ക് ഇടാൻ പോവാ കേട്ടോ. നമ്മളൊരു പാത്രം കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഇടാണ്. ശരിക്കും നമ്മളിത് അച്ചാറൊക്കെ ഇട്ട് വെക്കാന് ഭരണിയാ കുപ്പിപാത്രങ്ങളാ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മളിപ്പോ തൽക്കാലം അതൊന്നും ഇല്ലാത്ത കാരണം ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. അതാ നമ്മൾ അരിഞ്ഞു വെച്ച ചാമ്പയ്ക്കയും നമ്മള് ക്യാരറ്റും പച്ചമുളകും ഒക്കെ അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇത് മുഴുവനായിട്ടുണ്ട്. പാത്രം മുഴുവനായിട്ടുണ്ട്. സാധനങ്ങൾ പച്ചമുളക് കൂടെ അതിലേക്ക് ഇടാൻ പോവാട്ടാ. ഇതിലേക്ക് നമ്മൾ ഒരു 3 സ്പൂണ് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടാ. ആവശ്യത്തിന് ഉപ്പിടുക. നമുക്ക് കുറച്ച് അധികം കാരണം 3 സ്പൂൺ ഇട്ടിട്ട് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ വേണ്ടതിനനുസരിച്ച് ഇടും. ഗായ്സ്, നമ്മുടെ ഉപ്പിലിട്ടതിനൊന്നും കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടിടുന്നുണ്ട്. അതാ എന്ത് ഭംഗിയല്ല ഇങ്ങനെ തന്നെ കാണാൻ. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ ആ ബോട്ടിൽ മുഴുവനായിട്ടും ഒഴിക്കണം. അത് ഫുള്ള് വെള്ളത്തിൽ വേണം നിൽക്കാൻ. കുറേ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇപ്പോൾ നല്ല സെറ്റായി. അത് എല്ലാ ഭാഗത്തേക്കും ഉപ്പും സുറുക്കയും ഒക്കെ എത്താവുന്ന രീതിയിൽ നല്ല ഇളക്കിയിട്ട് നല്ല സെറ്റാക്കി. ഇതാ നന്നായിട്ട് തന്നെ സെറ്റാക്കുന്നുണ്ട് കേട്ടെ. എല്ലായിടത്തേക്കും എത്തും എന്തായാലും. ഇനി അത് നമ്മൾ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിനി അത് എടുക്കുക. അതുവരെ അതിൽ കിടന്നൊന്ന് സെറ്റാവണം. ഇനി അത് അടിച്ചു വെക്കാൻ പോവാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.